എപ്പിസോഡ് അവസാനിച്ചത് നമ്മുടെ അനിരുദ്ധിൻ്റെ അച്ഛൻ പറയാണ്, നിനക്ക് ലണ്ടനിൽ ഞാനൊരു വലിയ ഓഫീസ് തന്നെ വാങ്ങിയിട്ടിട്ടുണ്ട്, നീ അവിടെ പോയിട്ട് വക്കീൽ ജോലി നീ അവിടെ ചെയ്യണം എന്നൊക്കെ പറയാം. അപ്പം അവൻ്റെ അച്ഛൻ്റെ ഏറ്റ സഹോദരൻ പറയാണ്, നീ എവിടേക്കും പോകുന്നില്ല, നീ ലണ്ടനിൽ പോയിട്ട് വക്കീൽ ജോലി ഒന്നും ചെയ്യാൻ നിൽക്കണ്ട, നീ ഇവിടെ ഈ വീടും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ ഉള്ള മുതലാളിയാണ് ഈ പറഞ്ഞിട്ട് ആ വീടിൻ്റെ ചാവി അവൻ്റെ കയ്യിൽ കൊടുക്കണതാണ് രണ്ടാമത്തെ എപ്പിസോഡിൻ്റെ അവസാനത്തിൽ കാണിക്കുന്നത്. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് അവൻ്റെ അച്ഛനും അച്ഛൻ്റെ ഇരട്ട സഹോദരനും കൂടിയിട്ട് ഇവൻ്റെ കാര്യം പറഞ്ഞിട്ട് വഴക്ക് കൂടണതാണ്. അവന് ലണ്ടനിൽ പോകണമെന്ന് അവൻ്റെ അച്ഛൻ ബിനോയും അവൻ ഇവിടെ നിന്നിട്ട് വീട്ടുകാര്യങ്ങൾ നോക്കണമെന്ന് ത്രിലോചനും ഇങ്ങനെ അടികൂടുകയാണ്. അപ്പോൾ ഇവരുടെ തല്ല് കണ്ടിട്ട് അനിരുദ്ധ് പറയാണ്, നിങ്ങളൊന്ന് നിർത്തുന്നുണ്ടോ ഈ വഴക്ക്? നിങ്ങൾക്ക് രണ്ടാൾക്കും എന്നിൽ അധികാരമുണ്ട്, പക്ഷേ എനിക്ക് എന്താ സ്വന്തമായിട്ട് എനിക്ക് ഇഷ്ടങ്ങളൊന്നുമില്ലേ? എനിക്ക് ലണ്ടനിലേക്ക് തിരിച്ചു പോവും വേണ്ട, ഞാൻ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കി നടത്താനും വന്നതല്ല എന്ന് അവൻ അവരോട് പറയാണ്. എന്നിട്ട് അവൻ്റെ അച്ഛൻ അവന് കൊടുത്ത ആ ലണ്ടനത്തെ ഓഫീസിൻ്റെ പേപ്പേഴ്സ് അച്ഛന് തിരിച്ചു കൊടുക്കുകയാണ്. ഒപ്പം ത്രിലോചൻ കാക്ക അവന് കൊടുത്ത ആ ചാവിയില്ലേ വീടിൻ്റെ, അതും തിരിച്ചു കൊടുക്കുകയാണ്. ആ സീൻ അവിടെ കട്ടായിട്ട് പിന്നെ കാണിക്കുന്നത് ബോന്തിത്തേനാണ്. ബോന്തിത്ത ആണെങ്കിൽ ആ ലെറ്റർ അവൾ അയച്ചില്ലേ, അതിൻ്റെ മറുപടി കാത്തിരിക്കുകയാണ്. അവളുടെ അമ്മ അവളോട് അപ്പം പറയുകയാണ്, നീ എപ്പോഴൊക്കെയാണോ അമ്മേനെ മിസ് ചെയ്യുന്നത് അപ്പോൾ നീ ദുർഗാദേവിയോട് പ്രാർത്ഥിക്കാൻ പറയും. എന്നിട്ട് ഒരു വിഗ്രഹം കൊടുക്കും അവളുടെ കയ്യിൽ. അവൾ പറയും, എനിക്കിതൊന്നും വേണ്ട, എൻ്റെ കൂടെ അമ്മ ഉണ്ടല്ലോ, ഇത് സമ്പൂർണ്ണ ചേച്ചിക്ക് കൊടുത്തോ, ആളുടെ കൂടെ മാമി പോകണില്ലല്ലോ, വേണമെങ്കിൽ മാമിക്കും പോവാന്ന് പറയുമ്പോൾ മാമി അപ്പുറത്തിരിക്കണ മാമി അവളെ ചീത്ത പറയാണ്. അങ്ങനെ ആ സീൻ അവിടെ കട്ടാവാണ്. പിന്നെ കാണിക്കുന്നത് അനിരുദ്ധിൻ്റെ അനിയൻ സോംനാഥ് ഒരു പാവപ്പെട്ട മനുഷ്യനെ അടിക്കുന്നതാണ്. ഇത് കണ്ടിട്ട് അനിരുദ്ധ് വന്നിട്ട് അവനെ പിടിച്ച് മാറ്റുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, നീ എന്താ ഈ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, ഇയാൾ വലിയ ആൾക്കാർ വെള്ളം കുടിക്കണ പാത്രത്തിൽ നിന്ന് വെള്ളം കുടിച്ചു, അപ്പോൾ അത് അശുദ്ധമായി എന്ന് പറയും. അപ്പോൾ അവൻ പറയും, നീ വെറും വെള്ളം കുടിച്ചാനാണോ ഇയാൾ അടിച്ചെന്ന് ചോദിക്കും. അപ്പോൾ ആ മനുഷ്യൻ പറയും, എനിക്ക് അത്രയും ഞാൻ ദാഹിച്ച് മരിച്ചു പോയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അതിൽ നിന്നൊരു തുള്ളി വെള്ളം കുടിച്ചതെന്ന് പറയും. അങ്ങനെ അവിടേക്ക് അനിരുദ്ധിൻ്റെ അച്ഛൻ ബിനോയും ത്രിലോചനും കൂടി വരികയാണ്. എന്നിട്ട് ത്രിലോചൻ പറയാണ്, അയാൾ കയറിയ സ്ഥലം ഫുള്ള് വൃത്തിയാക്കണം, അവിടെ അശുദ്ധമായി എന്ന് പറയും. അപ്പോൾ ബിനോയ് പറയും, അയാൾക്ക് നല്ല ശിക്ഷ തന്നെ കൊടുക്കണം, വെറുതെ വിടാൻ പാടില്ല എന്ന് പറയും. അപ്പോൾ അനിരുദ്ധിന് ഇത് കണ്ടിട്ട് ദേഷ്യം വരും. എന്നിട്ട് അവരോട് കയർത്ത് സംസാരിക്കുന്നുണ്ട് അനിരുദ്ധ് പറയാണ്, മനുഷ്യനാന്നുള്ള വില പോലും എന്താ നിങ്ങൾ കൊടുക്കാത്തത്? അങ്ങനെ ഒരുപാട് കയർത്ത് സംസാരിക്കുന്നുണ്ട് അവരോട്. ത്രിലോചൻ പറയാണ്, ഒരാൾക്കും മാറ്റാൻ പറ്റില്ല, ഇതാണ് ഇവിടുത്തെ രീതി, ഇതന്നെ ഇവിടെ നടക്കുള്ളൂ എന്ന്. അപ്പോൾ അനിരുദ്ധ് പറയാണ്, ഇതെന്താ നമുക്ക് മാറ്റാൻ ശ്രമിച്ചൂടെ? എല്ലാവരും ചോദിച്ചില്ല ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് വന്നതെന്ന്. ഞാൻ ഈ മാറ്റം ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി തന്നെയാണ് ഞാൻ ലണ്ടനിൽ നിന്ന് തിരിച്ച് വന്നതെന്ന് അവരോട് ഉറക്കവൻ പറയാണ്. എന്നിട്ട് അവിടെ ഇരിക്കണ പാത്രത്തിലത്തെ വെള്ളം അയാൾ തൊട്ടെന്ന് പറയുന്ന വെള്ളം അവൻ എടുത്തു കുടിക്കുകയാണ്. വലിയ പാത്രങ്ങളിലത്തെ എല്ലാ വെള്ളം അവൻ ഇങ്ങനെ എടുത്തു കുടിക്കുകയാണ് ദേഷ്യത്തിൽ. എല്ലാ പാത്രത്തിലത്തെ വെള്ളം അവൻ കുടിച്ചിട്ട് അവിടെ അങ്ങനെ തളർന്ന് വീഴുകയാണ്. പിന്നെ ഒരു ഭാഗത്തിൽ ബോന്തിത്ത തന്നെ കാണിക്കുന്നുണ്ട്. ബോന്തിത്ത ആ കത്തിന് കാത്തിരിക്കണ തന്നെ കാണിക്കുന്നത്. പിന്നെ മാമി പറയാണ്, നാളെ രണ്ടാൾക്കും സ്വർണ്ണം എടുക്കാൻ വേണ്ടിയിട്ട് കടയിലേക്ക് പോകണം എന്ന്. ആ സീൻ അവിടെ കട്ടാവാണ്. പിന്നെ കാണിക്കുന്നത് അനിരുദ്ധിനാണ്. അനിരുദ്ധ് രാവിലെ നീച്ചിട്ട് സൗദാമിനിയുടെ അടുത്തേക്ക് പോവുകയാണ്. അവൻ സൗദാമിനോട് ചോദിക്കുകയാണ്, ഞാൻ എന്തിനാ വന്നതെന്ന് നിനക്ക് മനസ്സിലായാന്ന്? അപ്പോൾ അവൾ പറയും, എന്തിനാ എന്നോട് പറയാന്ന് പറയും. അപ്പോൾ അവൻ പറയും, ഞാൻ ഇവിടെ ഈ മാറ്റം കൊണ്ടുവരാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, വളരെയധികം അത്യാവശ്യമാണ് ഈ ആവശ്യമില്ലാത്ത നിയമങ്ങളൊക്കെ നമ്മുടെ ഈ സമൂഹത്തിൽ നിന്ന് മാറ്റണത്, ഞാനത് മാറ്റി തന്നെ ചെയ്യുമെന്ന് അവളോട് പറയുന്നത്. പക്ഷെ അവൾ ഇതൊക്കെ കേട്ടിട്ട് സങ്കടപ്പെടുകയാണ് ചെയ്യുന്നത്. അവളുടെ വിചാരം അത് അവൾക്ക് വേണ്ടിയിട്ടാണ് അവൻ ലണ്ടനിൽ നിന്ന് വന്നതെന്ന്. അപ്പോൾ അനിരുദ്ധ് പറയാണ്, എനിക്കിവിടെ മാറ്റങ്ങൾ കൊണ്ടുവരണമെങ്കിൽ നിൻ്റെ സപ്പോർട്ട് എനിക്ക് വേണം, നീ എന്നെ സപ്പോർട്ട് ചെയ്യില്ലേ മിനി എന്ന് വിളിക്കും. അവൻ മിനി എന്നാണ് അവളെ വിളിക്കുക. അവിടേക്ക് അനിരുദ്ധിൻ്റെ ഫ്രണ്ട് സൗരഭ് വരികയാണ്. എന്നിട്ട് അപ്പോൾ അനിരുദ്ധ് അവനോട് ചോദിക്കുകയാണ്, നീ നിൻ്റെ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ കാണാൻ പോകുന്നില്ലേ എന്ന്. അപ്പോൾ അവൻ പറയാണ്, നിനക്ക് എങ്ങനെ അറിയാത്ത ആൾക്കാരനൊക്കെ എങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റുന്നു? അപ്പോൾ സൗരഭ് പറയാണ്, എല്ലാവരും അങ്ങനെ തന്നെ കല്യാണം കഴിക്കണമെന്ന്. അനിരുദ്ധ് അവനോട് പറയാണ്, വായോ നമുക്ക് പോയിട്ട് അവളെ കാണാം, ഇങ്ങനെയെങ്കിലും എനിക്കൊരു ചേഞ്ച് ഇവിടെ കൊണ്ടുവരണം പറയും. അപ്പോൾ സൗരഭ് പറയാണ്, എനിക്ക് അതിനുള്ള ധൈര്യമില്ല, ഞാനില്ല എന്ന് പറയും. അപ്പം അനിരുദ്ധ് ചോദിക്കുകയാണ്, അവളുടെ പേരെന്താണെന്ന് നിനക്കറിയുന്നു? അപ്പോൾ അവൻ പറയും, സമ്പൂർണ്ണ എന്ന്. പിന്നെ കാണിക്കുന്നത് സമ്പൂർണ്ണനെയാണ്. സമ്പൂർണ്ണയും ബോന്തിത്തയും മാമിയും കൂടിയിട്ട് അവർക്ക് സ്വർണ്ണം എടുക്കാൻ വേണ്ടി വന്നേക്കാണ്. എന്നിട്ട് മാമി സമ്പൂർണ്ണയ്ക്ക് വേണ്ടിയിട്ട് നല്ല ഭംഗിയുള്ളതും ബോന്തിത്തയ്ക്ക് ഭംഗിയില്ലാത്തതുമാണ് എടുക്കുന്നത്.
ബോന്തിത്ത സമ്പൂർണ്ണോട് പറയാണ് മാമീനെ കുറച്ച് നേരത്തേക്ക് ഇവിടെ പിടിച്ചു നിർത്തണം, ഞാനൊന്ന് പോസ്റ്റ് ഓഫീസ് വരെ പോയിട്ട് വരാമെന്ന് സമ്പൂർണ്ണോട് പറഞ്ഞിട്ട് അവൾ പോസ്റ്റ് ഓഫീസിലേക്ക് ഓടുകയാണ്. പിന്നെ അനിരുദ്ധിനെയാണ് കാണിക്കുന്നത്. അനിരുദ്ധിന് ലണ്ടനിൽ നിന്ന് കുറേ ലെറ്റേഴ്സ് വരികയാണ്. അപ്പോൾ അവിടേക്ക് വന്ന പോസ്റ്റ്മാൻ്റെ കയ്യിൽ നിന്ന് ബോന്തിതയുടെ ലെറ്റർ അവിടെ വീഴുന്നുണ്ട്. അത് കിട്ടണത് സൗദാമിനിക്കാണ്. പിന്നെ മാമീനെ കാണിക്കുകയാണ്. മാമി ബോന്തിതേനെ കാണാണ്ട് സമ്പൂർണ്ണോട് അവൾ എവിടെയെന്ന് ചോദിക്കുമ്പോൾ സമ്പൂർണ്ണ പറയും ഞാൻ നോക്കിയിട്ട് വരാമെന്ന് പറയുമ്പോൾ മാമി പറയും ഏയ് നീ ഇവിടെ ഇരിക്കുക, ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ബോന്തിതേനെ തിരയാൻ വേണ്ടിയിട്ട് മാമി പോവാണ്. അപ്പോൾ ബോന്തിത ആണെങ്കിൽ പോസ്റ്റ്മാൻ്റെ അടുത്തെത്തിയിട്ട് പറയുകയാണ് എൻ്റെ ലെറ്ററിൻ്റെ മറുപടി കിട്ടിയാന്ന് ചോദിക്കും. ഞാൻ എൻ്റെ കല്യാണം കഴിക്കാൻ പോണ ആൾക്ക് ഒരു കത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. ആ കത്തിൻ്റെ മറുപടി ആൾ അയച്ചിട്ടുണ്ടെന്ന് പോസ്റ്റ്മാനോട് ചോദിക്കും. ഇത് കേട്ടിട്ടാണ് മാമി അവിടേക്ക് വരുന്നത്. അപ്പോൾ ബോന്തിത പോസ്റ്റ്മാനോട് പറയാണ് ഞാൻ എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്ക് 2 കണ്ടീഷൻ വെച്ചിട്ടുണ്ട്, 2 നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉത്തരം കിട്ടിയാൽ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ എന്ന് പറയും. അപ്പോൾ ഇത് കേട്ടിട്ട് മാമി ഞെട്ടുകയാണ്. മാമിക്ക് നല്ല ദേഷ്യം വരികയാണ്. പോസ്റ്റ്മാനും ചോദിക്കുന്നുണ്ട് നീ ഒരു പെണ്ണായിട്ട് കൂടി കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് നീ നിബന്ധനകൾ വെച്ചിട്ടുണ്ടോയെന്ന് ചോദിക്കും. എന്നിട്ട് പറയും എനിക്ക് കല്യാണം വേണമെങ്കിൽ വേണ്ടാന്ന് വയ്ക്കാം, പക്ഷെ എൻ്റെ അമ്മേനെ എനിക്ക് വേണ്ടാന്ന് വയ്ക്കാൻ പറ്റില്ല, അമ്മ ഇല്ലാണ്ട് എനിക്ക് പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വെച്ചതെന്ന് പറയും. എന്നെ ആ കല്യാണം കഴിക്കാൻ പറ്റുന്ന ചെക്കൻ്റെ വീട്ടിലൊന്നും കൊണ്ടാക്കി തായോ എന്ന് പറയും. എന്നിട്ട് ആ പോസ്റ്റ്മാൻ്റെ സൈക്കിളിന് മുകളിൽ അവൾ കയറാൻ നിൽക്കുമ്പോൾ മാമി വന്നിട്ട് അവളിനെ പിടിച്ച് വലിച്ചിട്ട് ഒരു അടി അടിക്കും. പിന്നെ കാണിക്കുന്നത് സൗദാമിനി ആ ലെറ്റർ വായിക്കുകയാണ്. അപ്പോൾ അനിരുദ്ധ് ചോദിക്കേണ്ടത് ആരുടെ ലെറ്ററാണ് നീ വായിക്കുന്നത് ചോദിക്കും. അപ്പോൾ സൗദാമിനി പറയും ഇതൊരു വിഡ്ഢിയായിട്ടുള്ള ഒരു പെണ്ണിൻ്റെ ലെറ്ററാണ്, ഇവൾ എന്തൊക്കെ ഇതിൽ എഴുതി വെച്ചേക്കണമെന്ന് പറയും. എന്നിട്ട് നിലത്തിടുമ്പോൾ അനിരുദ്ധ് എടുത്തിട്ട് വായിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് മാമീനെയാണ്. മാമി അവളോട് ചോദിക്കുകയാണ് നീ എന്താ വിദ്യാലയത്തിലൊന്നും പോയിട്ടില്ലല്ലോ, പിന്നെ നിനക്ക് എങ്ങനെ ഈ ലെറ്ററൊക്കെ എഴുതിയിട്ട് അയക്കാൻ പറ്റണ്? നീ ആ ലെറ്റർ അയച്ച കാരണം ഈ കല്യാണ ആലോചന മുടങ്ങുകയാണെങ്കിൽ നിൻ്റെ കാല് ഞാൻ തല്ലിയൊടിക്കുന്നു മാമി പറയും. സമ്പൂർണ്ണ ബോന്തിതോട് പറയും അമ്മോട് നീ മാപ്പ് ചോദിച്ചോ എന്ന് പറയും. അപ്പോൾ ബോന്തിത പറയും എനിക്ക് ആ ലെറ്റർ കിട്ടിയല്ലാണ്ട് ഞാൻ കല്യാണത്തിന് തയ്യാറല്ല, ഞാൻ മാപ്പ് പറയൂല എന്ന് പറയുന്നതോട് കൂടിയിട്ട് ആ എപ്പിസോഡ് അവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും എത്രത്തോളം മനസ്സിലായെന്നൊന്നും അറിയില്ല. എന്തായാലും എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് അഭിപ്രായം പറയുക. കഴിഞ്ഞ 2 വീഡിയോയ്ക്കും ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ നന്ദി. അടുത്ത എപ്പിസോഡ് നാളെ തന്നെ ഈ ചാനലിൽ അപ്ലോഡ് ആവുന്നതാണ്. ഇനിയുള്ള എപ്പിസോഡ് ആരും മിസ്സാക്കരുത്. ഈ കഴിഞ്ഞ എപ്പിസോഡിനെക്കാട്ടിയും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡാണ് വരാൻ പോകുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.